CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ പൊട്ടിത്തെറികളാണ് സംഭവിച്ചിട്ടുള്ളത്. ശൈലജ ടീച്ചർ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്തകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരുന്നു ഞാനിവിടെ തോൽക്കുമെന്ന്, എന്നിട്ടും നിങ്ങളത് ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നാണ് ശൈലജ ടീച്ചർ അവിടെ പൊട്ടിത്തെറിച്ചു നമുക്കറിയാൻ കഴിയുന്നത്. തോക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും എന്തിനു ശൈലജ ടീച്ചറിനെ ഈ സംവിധാനം അവിടെ കൊണ്ടു നിർത്തിയെന്നൊരു ചോദ്യം. ശൈലജ ടീച്ചർ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ബഹുമാനിയായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി. കഴിഞ്ഞ വർഷക്കാലങ്ങൾ 5 വർഷക്കാലങ്ങളിൽ മട്ടന്നൂരിൽ നിന്ന് MLA ആയത് ശൈലജ ടീച്ചറിനെ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന പേരാവൂരിലേക്ക് മാറ്റിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്നേ. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലം തൊട്ട് ഞാൻ നേഷൻ ഫസ്റ്റിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് നവകേരള ന്യൂസിലും നേഷൻ ഫസ്റ്റിലോട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെ ശൈലജ ടീച്ചറിനെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കുക എന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM ലോബിക്ക് ആവശ്യമാണ്. കാരണം ഈ പറയപ്പെടുന്ന ഇത്തവണ ഒരു തുടർഭരണം കൂടി ലഭിച്ചാൽ ശൈലജ ടീച്ചറിൻ്റെ പേര് ഉയർന്നു വരരുത് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ തവണ വടകരയിൽ മത്സരിപ്പിച്ചതും ഇത്തവണ ഈ പറയപ്പെടുന്ന തരത്തിൽ പേരാവൂരിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചതും. വടകരയിൽ മത്സരിക്കാൻ CPMന് വേറെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടാണോ മട്ടന്നൂരിൽ MLA ആയിരുന്ന ശൈലജ ടീച്ചറിനെ കൊണ്ടുപോയി വടകരയിൽ മത്സരിപ്പിച്ചത്? ആണോ? വേറെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടാണോ? എത്രയോ സ്ഥാനാർത്ഥികളെ ഈ പറയപ്പെടുന്ന വടകരയിൽ നിന്നും അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നും CPMന് ലഭിക്കാനുണ്ടായിരുന്നു. അവിടെ ഈ കെ രാധാകൃഷ്ണൻ നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ജനപ്രീതിയുള്ള നേതാക്കന്മാരുടെ CPMൽ വളരെ തുച്ഛമാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചക്കവീണും മേലിചത്ത് അധികാരം ലഭിച്ചാൽ CPMൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ കണക്കൂട്ടലാണ് ഞാൻ പറയുന്നത്. 2 പക്ഷങ്ങൾ ഉയർന്നു വരാം. ഈ CPMൻ്റെ ഏറ്റവും വലിയ ഫണ്ട് മാനേജറും ഫണ്ട് സോഴ്സും ഫണ്ട് ഉണ്ടാക്കുന്നതും CPMനെ നിലനിർത്തി പോകുന്നതും ഈ പറയപ്പെടുന്ന പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ ആർക്കും അവിടെ ധൈര്യമില്ലാത്തത്. അവിടുത്തെ കേരള സംവിധാനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു വീണ്ടും ഒരു തുടർഭരണം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും CPMൻ്റെ ഉള്ളിൽ പിണറായി വിജയനെ എതിർക്കാൻ വേണ്ടി എടുത്തു വെക്കാൻ പോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുകിൽ വനിതാ സംവരണം, മുഖ്യമന്ത്രി വനിതയാകട്ടെ, അല്ലെങ്കിൽ ദളിത് സംവരണം. ഈ 2 സംവരണങ്ങൾ വരുമെന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരു ന്യായം വരുമെന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജനപ്രിയനായിരുന്ന MLA ഈ പറയപ്പെടുന്ന ആലത്തൂരിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു. കാരണം ദളിത് സംവരണം എന്ന് പറയുന്ന ആശയം ഉന്നയിച്ച് വരണമെങ്കിൽ കെ രാധാകൃഷ്ണനെ, പാവങ്ങളിൽ പാവമായ ആദർശമുള്ള സഖാവായ കെ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കാം എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കെ രാധാകൃഷ്ണനെ ആലത്തൂരിലേക്ക് മത്സരിപ്പിക്കാൻ വിടുന്നത്. വടകരയിൽ അന്ന് MP ആയിരിക്കുന്നത് കെ മുരളീധരനാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ടൈറ്റ് പോരാട്ടത്തിനുള്ള കളമുണ്ടെങ്കിലും കെ ശൈലജ ടീച്ചറിൻ്റെ ജനപ്രീതി കൊണ്ട് അവിടെ ജയിച്ചെടുക്കാൻ സാധിക്കും. ജയിച്ചെടുത്താൽ കെ ശൈലജ ടീച്ചറും ലോക്സഭയിലേക്ക് പോയിക്കോളും. ഇനി പരാജയപ്പെടുകയാണെങ്കിലും ജനപ്രീതിയില്ലാത്ത നേതാവ് എന്ന ലേവൽ കെ ശൈലജ ടീച്ചറിന് ചാർത്തി കൊടുക്കാൻ സാധിക്കും. ഈ 2 കണക്കൂട്ടലുകളായിരുന്നു. എന്തായാലും അവരുടെ കണക്കൂട്ടലുകൾ പോലെ തന്നെ ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കാൻ വരുന്നു. കെ മുരളീധരൻ അവിടെ നിന്ന് മാറിയിട്ട് പകരം ഷാഫി പറമ്പിൽ വരുന്നു. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിച്ച് കയറുന്നൊരു കാഴ്ച കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDFൽ മത്സരിച്ചിരുന്ന MLA എല്ലാവരും വിജയിച്ചിരുന്ന MLA എല്ലാവരെയും മത്സരിപ്പിക്കാൻ LDF തീരുമാനമെടുക്കുകയാണ്. പ്രത്യേകിച്ച് CPM തീരുമാനമെടുക്കുകയാണ്. അവരുടെ MLA മന്ത്രിമാരും എല്ലാം വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു. അതിൽ 2 പേരെ മാത്രമാണ് മണ്ഡലം മാറ്റി മത്സരിപ്പിച്ചത്. ഒന്ന് വൈപ്പിൻ മണ്ഡലത്തിൽ നിന്ന് KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്കും, ഈ പറയപ്പെടുന്ന കെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്കും, മട്ടന്നൂരിൽ VK സനോജിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. മട്ടന്നൂർ എന്ന് പറയുന്ന സേഫ് മണ്ഡലത്തിൽ നിന്നും KPCC അധ്യക്ഷൻ മത്സരിക്കുന്നു. സണ്ണി ജോസഫിൻ്റെ സിറ്റിംഗ് സീറ്റായ ഇതിനു മുമ്പ് പേരാവൂരിൽ പരാജയപ്പെട്ടിട്ടുള്ള കെ ശൈലജയെ മത്സരിപ്പിക്കാൻ വേണ്ടി CPM നിർബന്ധിച്ചയക്കുന്നു. ഇന്നലെ ശൈലജ ടീച്ചർ പൊട്ടിത്തെറിച്ചുകൊണ്ട് എനിക്ക് സീറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും കെ ശൈലജ ടീച്ചറിനെ മാത്രം മാറ്റി നിർത്താൻ സാധിക്കില്ല. എല്ലാ MLA മത്സരിപ്പിക്കും. അതുകൊണ്ട് തന്നെ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളൊരു സീറ്റിലേക്ക് കെ ശൈലജയെ മത്സരിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായും ശൈലജ ടീച്ചർ പേരാവൂരിൽ പരാജയപ്പെടുമ്പോൾ പിണറായി വിജയൻ്റെ കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ ടീമിൻ്റെ കണക്കുകൂട്ടൽ, വീണ്ടും മൂന്നാമത് ഒരു പിണറായി സർക്കാർ അധികാരത്തിൽ വരും. കാരണം ഇവർ 1000-ഓളം ഫ്ലെക്സുകളൊക്കെ വെച്ചല്ലോ. അതുകൊണ്ട് എന്തായാലും അധികാരത്തിലേക്ക് വരും. അധികാരത്തിൽ വരുമ്പോൾ നിയമസഭയിൽ ശല്യമായി ശൈലജ ടീച്ചർ ഉണ്ടാകില്ല എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടാവുകയാണ്. എന്നാൽ ശൈലജ ടീച്ചറും പരാജയപ്പെട്ടു. പിണറായി വിജയൻ പരാജയത്തോടടുത്തു. അവരുടെ പാർട്ടിയും പരാജയപ്പെട്ട് ഇമ്പം കൊണ്ട് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നൊരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. സ്വജനപക്ഷപാതം
അതുപോലെ തനിക്ക് ഇഷ്ടമില്ലാത്തവർ, തനിക്ക് നാളെ, തനിക്കും തൻ്റെ കുടുംബത്തിനും നാളെ ശത്രുക്കളായി വന്നേക്കാവുന്നവരെ മുളയിലെ നുള്ളിക്കളയുന്ന പ്രക്രിയയാണ് ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല, പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ പിണറായി വിജയനെ ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ പാർട്ടി സമ്മേളനം നടന്നത്. അതായത് പിണറായി വിജയൻ്റെ ഇപ്പോൾ ഡാഷ് മോനെ, അതെ സെക്രട്ടേറിയറ്റ് കൂടിയത്, അതെ സെക്രട്ടേറിയറ്റ് കൂടി ഡാഷ് മോനെ പിന്നെ രേവന്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ആണെങ്കിലും, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഡയലോഗ് ആണെങ്കിലും, കടക്കപ്പുറത്ത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളുണ്ടല്ലോ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്നുള്ള കണക്കൂട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, അവരുടെ CPM ഇപ്പോഴും പകുതി വിഷയങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനോട് എടുത്ത നിലപാട് അത് ന്യൂനപക്ഷ വോട്ടുകൾ CPM-ൽ നിന്നും പോകാൻ ഇടയാക്കി എന്നുള്ള കണ്ടെത്തൽ. ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ ഈ പറയപ്പെടുന്ന മുഹമ്മദ് റിയാസിന് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തു തുടങ്ങിയതല്ലേ സ്വജനപക്ഷപാതം. ഇറങ്ങിപ്പോകാൻ നേരത്തും ഗൺമാനെ കൊണ്ടുവന്ന് സേഫായിട്ടൊരു പോസ്റ്റിൽ ഇരുത്തിയിട്ടാണ് പിണറായി വിജയൻ പോകുന്നത്. പിണറായി വിജയനെ വിശ്വസിച്ച് ചെല്ലുന്നവരെല്ലാം പിണറായി വിജയൻ സംരക്ഷിക്കും എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് എം, അവർ വീണ്ടും പിണറായി വിജയനെ മത്സരിച്ച് കൂടുന്നു. ബസ് മാസ്റ്ററിന് വരം കൊടുത്ത പോലായി പോയില്ലേ? അതെ, ഒരു സീറ്റിൽ പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന് കണ്ടാകാൻ മധ്യ കേരളത്തിൽ വലിയ സഹായമായ കേരള കോൺഗ്രസ് എം CPM അവരെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇവർക്കൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ എത്ര സീറ്റുകൾ നേടിയ അധികാരത്തിലേക്ക് എത്തുമ്പോൾ മന്ത്രിപദത്തിലേക്ക് എത്തേണ്ട ആളുകളാണ് ഈ പറയുന്നത്. ഒന്നുമില്ലല്ലോ, UDF-ന്റെ കണ്ണും കരളുമായിരുന്ന KM മാണി സാറിന്റെ പാർട്ടിയല്ലേ? അല്ല, അതിനു മുമ്പോട്ട് വരെ ചർച്ചകൾ നടന്നിരുന്നു. നമുക്കറിയാം, റോഷി അഗസ്റ്റ്യൻ കാരണമാണ് പോകാൻ കഴിയാത്തത് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തൊരു വിഷയം. ഞാനതാ പറഞ്ഞത്. അപ്പം സ്വാഭാവികമായും പിണറായി വിജയന്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഒന്നുകിൽ കൊന്ന് ഭസ്മമാക്കുക, അത് തന്നെയാണ് ശൈലജ ടീച്ചറിന്റെ കാര്യത്തിലും കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിലും ഒക്കെ. കാരണം പക്ഷേ ഈ പാർട്ടിയെ തന്നെ അദ്ദേഹം കൊല്ലുന്നൊരു സാഹചര്യം. ഞാനതാ പറഞ്ഞത്, കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണിക്ക് പാർട്ടി വിട്ടുപോകാൻ, മുന്നണി വിട്ടുപോകാൻ ഒരു ആഗ്രഹം ഉണ്ടായി. അതിന് തടയിട്ടത് ഈ പറയപ്പെടുന്ന റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണും ജയരാജുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി നീ എന്നെ വിട്ടിട്ട് പോകാറായോ, എന്ന് നീ ഒന്നും വേണ്ട ഇനി രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ന ചിന്താഗതി പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടെ നിന്നവരെയും എതിർത്ത് നിന്നവരെയും, TP ചന്ദ്രശേഖരൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാലോ, എതിർത്ത് നിന്നവരെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുക എന്ന മെൻറ്റാലിറ്റിയോട് കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയത്ത് ഇന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. എന്തായാലും ശൈലജ ടീച്ചർ ഉയർത്തിവിട്ട ഈ സ്വരമുണ്ടല്ലോ, എതിർപ്പിൻ്റെ ഈ സ്വരം, ഇത് ആളിക്കത്തും. വരും ദിവസങ്ങളിൽ ആളിക്കത്തും പാർട്ടിക്കുള്ളിൽ. ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം അംഗീകരിച്ചു തരുന്നില്ല. ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പോലെ MV ഗോവിന്ദനും കൂടെയുണ്ട്. പാർട്ടി സെക്രട്ടറി പറയുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇരുന്ന് കേൾക്കും, അവർക്ക് പറയാനുള്ളത്. ഇവർ കുറേ കാലം വീടാന്തരം കയറിയായിരുന്നല്ലോ. വീടുകൾ കയറി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരുടെ നയം വ്യക്തമാക്കിയതാണ്. ജനം പൊട്ടരൊന്നും അല്ലത്. ശൈലജ ടീച്ചർ ഇപ്പോൾ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പിന്നാലെ തുറന്നു. അല്ല, ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഭയമില്ലാതെ നിങ്ങൾക്ക് നിലപാടുകൾ പറയാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി തരുമെന്നാണ്. ഭയം ഉണ്ടെന്നുള്ള കാര്യത്തിൽ അവർ അംഗീകരിച്ചല്ലോ. അതെ, പിണറായി വിജയനോട് പറയാൻ ഭയമാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് ഇതിപ്പോൾ കോൺഗ്രസിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി KC വേണുഗോപാലിനെ സാറേ എന്ന് വിളിക്കുന്നവരെ വിട്ട പോലെ അവസ്ഥയാണ്. ഇവരാരോടെ പറയണ്ടേ? ഗോവിന്ദ മോശനോടും പിണറായി വിജയനോടോ? ഇവർ മാറിയിരിക്കണം. ഇവരുടെ കീ പോസ്റ്റുകളിൽ നിന്ന് ഇവർ മാറി നിന്ന് പുതിയ ആളുകളെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴത്തെ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകുമെന്നും പറഞ്ഞ് മലബാർ മേഖലയിലൊക്കെ റിയാസിന്റെ ഫോട്ടോ വെച്ചിട്ട് തലയിടിക്കുമ്പോൾ വാലാടണ്ട എന്ന് പറഞ്ഞു. അല്ല, CPI കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞു. ഞങ്ങൾക്ക് പിണറായി വിജയൻ പ്രതിപക്ഷ നേതായി വേണ്ട എന്നുള്ള നിലപാട് അവർ പറയുന്ന സാഹചര്യം. CPI അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നും അവിടെ ഇല്ല, അത് വേറൊരു സത്യം. എന്തായാലും കണ്ടറിയാം.